അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ യൂണിറ്റാണ് ടെൻഡർ ഷൂട്ട്സ്. അതിലെ ചാപ്റ്ററാണ് റിബേക്ക ദ ചേഞ്ച് മേക്കർ. We have seen that excess of water can result in a calamity. Scarcity of water can also be a problem. Now let's read a story. അപ്പോൾ നമ്മൾ വെള്ളം അധികമായാൽ, എക്സസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ജലം അധികമായാൽ വരുന്ന ദുരന്തങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കലാമിറ്റി എന്ന് പറഞ്ഞാൽ ദുരന്തം. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം, ജലമില്ലാത്ത അവസ്ഥ. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം. അപ്പം ജലദൗർലഭ്യവും ഒരു പ്രശ്നമാവാറുണ്ട്. വെള്ളം അധികമായാലും പ്രശ്നമാണ്, ഇല്ലാതായാലും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജലദൗർലഭ്യത്തെ പറ്റിയുള്ള ഒരു പാഠം. Rebecca the Change Maker. In the land of the Maasai, in the southwest Kenya, there was a girl named Rebecca. Her family kept cattle, sheep, and goats and depended on farming the land for food. After school time, Rebecca used to help her family and take care of the animals on the farm. അപ്പോൾ സൗത്ത് വെസ്റ്റ് കെനിയയിലെ മസായ് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു റെബേക്ക. അവരുടെ ഫാമിലിയിൽ ആടുകളെയും പശുക്കളെയും അതുപോലെ ചെമ്മരി ആടുകളെയും ഒക്കെ വളർത്തിയിരുന്നു. അങ്ങനെ കൃഷിയെ ആശ്രയിച്ചാണ് അവർ അവരുടെ ആഹാരം കണ്ടെത്തിയിരുന്നത്. അതായത് കൃഷിയെ ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു ഫാമിലിയായിരുന്നു. ആ സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷം റെബേക്കയും ഇത്തരം കാര്യങ്ങളിൽ ആ ഫാമിലി മെമ്പേഴ്സിനെ സഹായിക്കാറുണ്ടായിരുന്നു. On a very hot day, Rebecca found her mother crying. Our crops have been bad this year, she said. വളരെ ചൂടുള്ളൊരു ദിവസം റെബേക്ക നോക്കിയപ്പോൾ അമ്മ ഇരുന്ന് കരയുകയാണ്. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ വിളകളെല്ലാം ഈ വർഷം വളരെ മോശമാണ്. വിള എന്നാണ് ക്രോപ്സിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ കൃഷിയെല്ലാം വളരെ മോശമാണ്. Now our goats and sheep might die. അപ്പോൾ അമ്മ പറഞ്ഞു, പതുക്കെ നമ്മുടെ ആടുകളൊക്കെ ചത്തുപോകും. അതായത് വെള്ളമില്ല, അതുപോലെ അവർക്ക് കഴിക്കാൻ ഫുഡില്ല. അപ്പോൾ അങ്ങനെ അവർ ചത്തുപോകുമെന്ന് അമ്മ റെബേക്കയോട് പറഞ്ഞു. ലേറ്റർ അറ്റ് സ്കൂൾ റെബേക്ക ആസ്ക്ഡ് ഹർ ടീച്ചർ വൈ ദെയർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. അപ്പോൾ പിന്നീട് ലേറ്റർ അറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ പിന്നീട് സ്കൂളിലെത്തി റെബേക്കയുടെ ടീച്ചറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ വർഷം വളരെ കുറച്ച് മഴ പെയ്തതെന്ന്. വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ സെഡ് ഹർ ടീച്ചർ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇതിനു മുൻപും നമുക്കിങ്ങനെ പല ദിവസങ്ങളിലും മഴയില്ലാതായിട്ടുണ്ട്. വെൻ വി ഹാവ് നോ റെയിൻ പ്ലാന്റ്സ് കനോട്ട് ഗ്രോ. ടീച്ചർ പറഞ്ഞു, നമുക്ക് മഴയില്ലാതെ വരുമ്പോൾ സസ്യങ്ങളൊന്നും വളരില്ല. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക് അവർ ആനിമൽസ് വിൽ ഡൈ. അപ്പോൾ ക്രോപ്സ് ഒന്നും ഇല്ലാതായി കഴിയുമ്പോൾ, അതുപോലെ വെള്ളം കുടിക്കാൻ ഇല്ലാതായി കഴിയുമ്പോൾ നമ്മുടെ മൃഗങ്ങളൊക്കെ ചത്തുപോകുമെന്ന് ടീച്ചർ പറഞ്ഞു. Everyone in the class was quiet for a moment. Quiet എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സൈലൻ്റ് ആണ്. അപ്പോൾ സൈലൻസ് ആയി. അപ്പോൾ ഇത് കേട്ടപ്പോഴേക്ക് ക്ലാസ്സിലെ കുട്ടികളെല്ലാം നിശബ്ദരായി ഇരുന്നു. അവർക്കെല്ലാവർക്കും വിഷമമുണ്ടായി. They were worried about their families, their animals and their community. അപ്പോൾ കുട്ടികളെല്ലാവരും അവരുടെ കുടുംബത്തെ ഓർത്തും അതുപോലെ അവരുടെ ആനിമൽസിനെ ഓർത്തും അതുപോലെ അവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സമുദായം അല്ലെങ്കിൽ ഒരു കൂട്ടം, അവരൊരു കൂട്ടം ആൾക്കാരായിട്ടാണ് ജീവിക്കുക. അപ്പോൾ അവരെല്ലാം അവരുടെ ആ വീടിനെ പറ്റിയൊക്കെ ഓർത്ത് ദുഃഖിതരായിട്ട് ഇരുന്നു. At the school library, Rebecca searched for more information about the rain. അപ്പോൾ സ്കൂളിലെ ലൈബ്രറിയിൽ ചെന്ന് ഈ മഴയെപ്പറ്റി കൂടുതൽ അറിയാൻ റെബേക്ക ശ്രമിച്ചു. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. അപ്പോൾ എന്താണോ അവൾ ആ പുസ്തകത്തിൽ നിന്ന് പഠിച്ചത്, വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. അലാംഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവളെ ഭയപ്പെടുത്തി. എന്താണ് ആ പുസ്തകങ്ങളിൽ നിന്ന് അവൾ അറിഞ്ഞത്, ആ അറിവ് അവളെ ഭയപ്പെടുത്തി. അതായത് മഴയില്ലാത്തത് എന്ത് എന്ന് അന്വേഷിച്ചാണ് റെബേക്ക ലൈബ്രറിയിലെ പുസ്തകങ്ങൾ സെർച്ച് ചെയ്തത്. അപ്പോൾ എന്താണ് അതിന് കാരണമെന്നറിഞ്ഞപ്പോൾ റെബേക്കയ്ക്ക് ഒരു ഞെട്ടലുണ്ടായി. ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദെയർ ഈസ് ലെസ് റെയിൻ. അപ്പോൾ എന്താണ് റെബേക്ക അറിഞ്ഞത്, ഈ ലോകം മുഴുവൻ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ മഴ കുറയുകയുമാണ്. അതാണ് റെബേക്ക അറിഞ്ഞത്. ഷീ ലേൺഡ് എ ന്യൂ ടേം. അതുപോലെ തന്നെ ഒരു പുതിയ വാക്കും റെബേക്ക പഠിച്ചു. എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. കാർസ്, ബസ്സസ് ആൻഡ് എയ്റോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് ദ എയർ. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ്. അപ്പോൾ കാറുകളും ബസ്സുകളും എയ്റോപ്ലെയിനും എല്ലാം അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. അതുപോലെ മരങ്ങളൊക്കെ ധാരാളം മുറിച്ചു മാറ്റപ്പെടുന്നു. അങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു.
ഹ്യൂജ് പൈൽസ് ഓഫ് trash ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദി ഗ്രൗണ്ട്. ഹ്യൂജ് പൈൽസ് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ്. വലിയ കൂട്ടം അല്ലെങ്കിൽ ഒരുപാട് തരം വേസ്റ്റുകൾ, വേസ്റ്റുകളൊക്കെ ഭൂമിയിലേക്ക് നമ്മൾ ഒരു ചിന്തയും ഇല്ലാതെ, തോട്ട്ലെസ്ലി എന്ന് പറഞ്ഞാൽ ചിന്തയില്ലാതെ, നമ്മൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചിന്തിക്കാതെ മനുഷ്യർ ധാരാളം വേസ്റ്റുകളൊക്കെ ഭൂമിയിലേക്ക് നിക്ഷേപിക്കുന്നു. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഹാമിങ് എന്ന് പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പം നമ്മുടെ ഇത്തരം പ്രവർത്തികളെല്ലാം പ്രകൃതിയെ വേദനിപ്പിക്കുന്നു. റെബേക്ക ഫെൽറ്റ് സാഡ്. റെബേക്കയ്ക്ക് വളരെയധികം സങ്കടം ഉണ്ടായി. വാട്ട് ക്യാൻ ഐ ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ് ഷീ വണ്ടേർഡ്. അപ്പോൾ ഈ കാരണമൊക്കെ അറിഞ്ഞപ്പോൾ റെബേക്ക ഇങ്ങനെ ചിന്തിക്കുകയാണ്, അത്ഭുതപ്പെടുകയാണ്. ഒരു ചെറിയ പെൺകുട്ടിയായ എനിക്ക് ഈ ലോകത്തെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? വണ്ടേഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക. അപ്പോൾ ആ കാര്യം ഓർത്ത് റെബേക്ക ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. Rebecca decided to talk to her teacher about what she had learned. It is a big problem for the earth, her teacher explained. അപ്പോൾ റെബേക്ക ടീച്ചറിനോട് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് തീരുമാനിച്ചു. ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇത് ഭൂമിക്ക് മേലുള്ള ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. But there are certain things that we can do to help, like planting trees to make nature stronger. അപ്പോൾ ടീച്ചർ അതിനൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുത്തു. ബട്ട് ദർ ആർ സർട്ടൺ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നമുക്ക് ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനും ഉണ്ട്. എന്താണ്? പ്ലാന്റിങ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്. നമ്മൾ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ പ്രകൃതിയെ അത് കൂടുതൽ സ്ട്രോങ് ആക്കും. As Rebecca walked home, it was very hot and she stopped to drink from her water bottle. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ റെബേക്ക ഒരു സ്ഥലത്ത് നിന്ന് തൻ്റെ വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിച്ചു. ഷീ കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ. ആ സമയത്തും മഴയില്ലാതായാൽ, ലാക്ക് ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ മഴയില്ലാതായാൽ അല്ലെങ്കിൽ മഴയുടെ കുറവുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് റെബേക്ക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് ഹൗ ഇറ്റ് വാസ് അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. എങ്ങനെയാണത് ഈ പരിസ്ഥിതിയെ ബാധിക്കുക? ജലമില്ലാതായാൽ എന്തു ചെയ്യും? മഴയില്ലാതായാൽ ആകപ്പാടെ പ്രോബ്ലം ആവുമല്ലോ എന്നൊക്കെ റെബേക്ക ചിന്തിക്കാൻ തുടങ്ങി. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി. അവളുടെ സമുദായത്തെ സഹായിക്കാനായിട്ട് തീരുമാനിച്ചു. ദെൻ ഷീ ഗെറ്റ്സ് ആൻ ഐഡിയ. ഐ ഹാവ് ലേൺ സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ഷീ തോട്ട്. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവരിവൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. ദെൻ ടുഗെദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. അപ്പം ഇങ്ങനെ ചിന്തിച്ച് റെബേക്കയ്ക്ക് ഒരു ഐഡിയ കിട്ടി. ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലേ? ലൈബ്രറിയിൽ പോയി ബുക്സ് വായിച്ചു, ടീച്ചറോട് ചോദിച്ചു. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി റെബേക്ക മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അവൾ വിചാരിക്കുകയാണ്, ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവരിവൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. എല്ലാവരും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയും അതിൻ്റെ കാരണത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കുകയാണ് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന് റെബേക്ക ചിന്തിച്ചു. അപ്പോൾ തൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് റെബേക്ക തീരുമാനിച്ചു. The next day, Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. അപ്പോൾ പിറ്റേ ദിവസം റെബേക്ക ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്തു, അപേക്ഷിച്ചു. അപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയും അതുപോലെ മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങളെ പറ്റിയുമൊക്കെ ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തരണം, ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ടീച്ചറിനോട് റിക്വസ്റ്റ് ചെയ്തു. The teacher gladly gave them a detailed session as requested. ടീച്ചർ ഗ്ലാഡ്ലി എന്ന് പറഞ്ഞാൽ ഹാപ്പി, സന്തോഷത്തോടെ ടീച്ചർ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ അവർക്ക് എടുത്തു കൊടുത്തു. അറ്റ് ദി എൻഡ് ഓഫ് ദി ക്ലാസ് റെബേക്ക സ്റ്റുഡ് അപ്പ്. ക്ലാസ് തീർന്നപ്പോൾ റെബേക്ക എഴുന്നേറ്റ് നിന്നു. ഷീ ആസ്ക്ഡ് എവരിവൺ ഇൻ ഹർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പേരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. അപ്പോൾ ടീച്ചർ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയും അതിൻ്റെ റീസൺസിനെ പറ്റിയും ഒക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ റെബേക്ക ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എല്ലാ കൂട്ടുകാരോടും പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയി നമ്മൾ എന്താണോ ഇപ്പോൾ പഠിച്ചത് അത് നിങ്ങളുടെ പേരൻസിനെ പഠിപ്പിക്കണം. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇൻ ജസ്റ്റ് ഫ്യൂ ഡേയ്സ് എവരിവൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് വെയർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പരിസരത്തുള്ളവരെല്ലാം
മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ദ്രോഹങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്തൊക്കെ രീതിയിലാണ് പൊല്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയൊക്കെയാണ് ഹാർംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നശിപ്പിക്കുന്നത് എന്നൊക്കെ ആൾക്കാർ ചുറ്റും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ റെബേക്കയുടെ ആ ഒരു ചിന്തയിൽ നിന്ന് വന്നതാണ്. One day, the elders in her village held a meeting to talk with Rebecca about what could be done to help nature. അപ്പോൾ ഒരു ദിവസം എൽഡേഴ്സ് എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലെ മുതിർന്ന ആൾക്കാർ, അവരൊരു മീറ്റിംഗ് വെച്ചു റെബേക്കയുമായിട്ട് ഒന്ന് സംസാരിക്കാൻ, എങ്ങനെ നമുക്ക് പ്രകൃതിയെ രക്ഷിക്കാം എന്നതിനെപ്പറ്റി റെബേക്കയുമായിട്ട് സംസാരിക്കാൻ ആ ഗ്രാമത്തിലെ മുതിർന്ന ആൾക്കാർ തീരുമാനിച്ചു. The problem they faced was so big. Let's write a letter to the president of Kenya, one of the elders said. അപ്പം വളരെ വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കെനിയയുടെ പ്രസിഡന്റിന് ഒരു എഴുത്തെഴുതാമെന്ന് അവർ പറഞ്ഞു. അതിൽ ഒരു എൽഡറായിട്ടുള്ള ഒരു മെമ്പർ പറഞ്ഞു. ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലീവ് വിത്തൗട്ട് റെയിൻ. അപ്പോൾ അദ്ദേഹം അറിയണം നമുക്ക് മഴയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ കൃഷിയൊക്കെ നശിക്കുകയാണ് എന്ന് കെനിയൻ പ്രസിഡന്റിനെ എഴുത്തെഴുതി അറിയിക്കാം എന്നാണ് അതിൽ ആ എൽഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഒരാൾ അഭിപ്രായപ്പെട്ടത്. ദെൻ മേ ബി ഹി വിൽ ഇംപ്ലിമെൻറ്റ് ലോസ് ടു സ്റ്റോപ്പ് ഹാമിങ് നേച്ചർ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ അറിയിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിയമനിർമ്മാണങ്ങൾ നടത്തി മനുഷ്യരുടെ ഈ പ്രകൃതിയോടുള്ള ഈ ഇങ്ങനെയുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യും എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. അപ്പം നിയമം നിലവിൽ വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ദെൻ മേ ബി ഹി വിൽ ഇംപ്ലിമെൻറ്റ് ലോസ് ടു സ്റ്റോപ്പ് ഹാമിങ് നേച്ചർ. പ്രകൃതിയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ വിലക്കുന്നതിനുള്ള നിയമങ്ങൾ അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യും, നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. Rebecca took the letter and shared it with her classmates. എൽഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ നിന്ന് ലെറ്റർ റബേക്ക കൊണ്ടുപോയി, അതായത് കെനിയൻ പ്രസിഡന്റിന് ലെറ്റേഴ്സ് അയക്കാനാണ്. അപ്പോൾ എന്നിട്ടത് ക്ലാസ്മേറ്റ്സിനെല്ലാം ഷെയർ ചെയ്തു. They asked their family members to sign their names at the bottom to show their support. അപ്പോൾ ആ കുട്ടികളെല്ലാവരും അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് അതിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു. അതായത് അവരെല്ലാവരും കൂടിയാണ് ആ ലെറ്റർ കെനിയൻ പ്രസിഡന്റിന് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഫാമിലി മെമ്പേഴ്സിനോടും അതിനകത്ത് സൈൻ ചെയ്യാൻ പറഞ്ഞത്. In Nairobi, the president read the letter from the Maasai community. He received many other letters from other parts of the country too. അപ്പോൾ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലത്താണ് കെനിയൻ പ്രസിഡന്റ് ഉള്ളത്. അവിടെ അദ്ദേഹം ഈ ലെറ്റേഴ്സ് എല്ലാം വായിച്ചു. ഇതുകൂടാതെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് എഴുത്തുകൾ ലഭിച്ചു. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ. അപ്പോൾ അദ്ദേഹം ഈ ലെറ്റേഴ്സ് എല്ലാം വായിച്ചപ്പോൾ വിചാരിച്ചു, കെനിയയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. പ്രകൃതി ഇല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്കൊരു നിലനിൽപ്പില്ല. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രസിഡന്റ് വിചാരിച്ചു. The president asked his countrymen to plant trees out their homes. അപ്പോൾ പ്രസിഡന്റ് അവിടുത്തെ എല്ലാ ജനങ്ങളോടും പറഞ്ഞു എല്ലാവരും വീടിന് പുറത്ത് മരങ്ങൾ നടണമെന്ന്. In the Maasai community, everyone agreed to plant a tree outside their homes. അപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റിയിലും എല്ലാവരും വീടിന് പുറത്ത് മരങ്ങൾ നടാൻ തീരുമാനിച്ചു. Rebecca and her mother dug a hole together and planted a seedling. റബേക്കയും അമ്മയും കൂടി ഒരു കുഴിയെടുത്ത് അതിനകത്ത് ചെടികൾ നടാൻ ആരംഭിച്ചു. At Rebecca schools, the president held an assembly to address the students. റബേക്കയുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ ഒരു അസംബ്ലി വിളിച്ചു ചേർത്തു കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. He asked Rebecca to stand beside him. റബേക്കയോട് അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ വന്ന് നിൽക്കാൻ, അരികിൽ എന്നുള്ള അർത്ഥമാണ്. സ്റ്റാൻഡ് ബിസൈഡ് ഹിം. Protecting the environment is a big job and everyone in the world has to help. അപ്പോൾ അദ്ദേഹം പറയുകയാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ജോലിയാണ്. അതിനകത്ത് എല്ലാവരും ഈ ലോകത്തെ സഹായിക്കണം, അതായത് എല്ലാവരും പ്രകൃതിയെ സംരക്ഷിക്കണം. The principal said, but we could like to thank Rebecca for helping us learn and make a change. പക്ഷേ നമ്മളിപ്പോൾ വിചാരിക്കുന്നത് റെബേക്കയ്ക്ക് നന്ദി പറയാം എന്നാണ്. എന്തിനാണ്? ഫോർ ഹെൽപ്പിംഗ് us ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. നമ്മളെ മനസ്സിലാക്കി തന്നതിന്, ക്ലൈമറ്റ് ചേഞ്ച് എന്നതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തന്നതിനും നമ്മളിലൊരു മാറ്റത്തിന്, നമ്മളിൽ മാത്രമല്ല പ്രകൃതിയിൽ തന്നെ റബേക്ക ഒരു മാറ്റം വരുത്തി അല്ലേ. അപ്പോൾ മേക്ക് എ ചേഞ്ച്. അപ്പം
നമ്മളെ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കി തന്നതിനും ഒരു മാറ്റത്തിന് പ്രേരിപ്പിച്ചതിനും നമുക്ക് റെബേക്കയ്ക്ക് താങ്ക്സ് പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇമാജിൻ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഈ ലോകം എത്ര മനോഹരമായിരിക്കും നമ്മളെല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയെ സഹായിക്കുകയാണെങ്കിൽ. നമ്മളെല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നത് എങ്ങനെയാണ്? ബൈ പ്ലാന്റിങ് ട്രീസ്, അല്ലേ? ട്രീസ് നട്ടുപിടിപ്പിച്ച്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും പ്രകൃതിയിൽ ചെടികൾ വെക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും ഈ ലോകമെന്ന് അദ്ദേഹം പറഞ്ഞു. റെബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. റെബേക്കയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഷീ വണ്ടേർഡ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. ആ സമയത്തും റെബേക്ക ഇങ്ങനെ അത്ഭുതത്തോടെ ചിന്തിക്കുകയാണ്, തനിക്കും തൻ്റെ കൂട്ടുകാർക്കും പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് ഇനി എന്താണ് അടുത്തത് ചെയ്യാനുള്ളത്.